ടാറ്റാ. തരുമോ? എനിക്ക് തന്നേ. നോ, ഫോർ മൈ ഹാപ്പിനെസ്. നോ, കീപ് ഇറ്റ്. ബെസ്റ്റ് വ്യൂ ആണ്. ഞാനിപ്പോ ക്യാമറ തിരിച്ചത്. വെൽക്കം ടു കംബോഡിയ. ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംബോഡിയയിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് വില്ലേജിലോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ കുറേ പ്രത്യേകതകളുണ്ട്. അവിടുത്തെ മുതലകൾ, അവിടെ ഒരു മുതല ഫാമുണ്ട്. ആ മുതലകൾക്ക് നാവില്ല. രണ്ടാമത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസം കൂടുമ്പോൾ അവിടുത്തെ ആൾക്കാർ മാറി താമസിച്ചേ പറ്റുള്ളൂ, കാരണം ഫ്ലഡ് കാരണം. വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പാമ്പിൻ്റെ ശല്യം കാരണം ഒരു പ്രത്യേകതരം മാറ്റിലാണ് അവർ കിടന്നുറങ്ങുന്നത്. അങ്ങനെ കുറേ പ്രത്യേകത അറിഞ്ഞ ഒരു വില്ലേജിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അങ്ങോട്ട് എങ്ങനെ പോവാം, എവിടുന്ന് പോവാം എന്നുള്ളതിൻ്റെ വിശദ വീഡിയോ ആയിരിക്കും. അപ്പം ലെറ്റ്സ് ഗോ ടു ദ ഫ്ലോട്ടിംഗ് വില്ലേജിലോട്ട് നമുക്ക് സിയം റിപ്പ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് പോകേണ്ടത്. അതായത് ഇവിടുന്ന് ഏകദേശം 30 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഫ്ലോട്ടിംഗ് വില്ലേജ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, നമ്മൾ ഒറ്റയ്ക്ക് തന്നെ പോകാം, അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ടൂർ ഓപ്പറേറ്ററായിട്ട് ബന്ധപ്പെട്ട് അവരെ കൂടെ പോകാം. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് കൂടാനാണ് ചാൻസ്. കാരണം ഇവിടുത്തെ അങ്ങോട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഏകദേശം 30 കിലോമീറ്റർ മാറിയിട്ടുണ്ടായതുകൊണ്ട് പിന്നെ അവിടുന്ന് ബോട്ട് എടുത്തിട്ട് വേണം, ഉള്ളോട്ടാണ് ഫ്ലോട്ടിംഗ് വില്ലേജ് വരുന്നത്, അതിൻ്റെ എക്സ്പെൻസ്. അപ്പം നമുക്ക് ഇവിടുന്ന് നമ്മൾ നിന്ന ഹോസ്റ്റലിൽ തന്നെയാണ് $15 നമുക്ക് പോകാൻ വേണ്ടി കിട്ടുന്നത്. അതിൽ ഓരോ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ, ഇവിടുന്ന് പിന്നെ ഫ്ലോട്ടിംഗ് വില്ലേജ് വരെയുള്ള ട്രാൻസ്പോർട്ടേഷൻ, അവിടുന്ന് അടുത്ത ബോട്ട് കയറിയിട്ട് ഉള്ളിലോട്ട് പോകേണ്ട പിന്നെ ബോട്ടിൻ്റെ പ്രൈസ് ഒരു എടുത്തു തരും. പിന്നെ അതുപോലെ ഇവിടുന്ന് വന്ന് നമ്മളെ പിക്ക് ചെയ്യും. പിന്നെ ഡ്രോപ്പ് ഔട്ട്, പിന്നെ സൺസെറ്റ്, അതിൻ്റെ കൂടെ മുതല ഫാം, അപ്പോൾ എല്ലാവരും പ്രൊവൈഡ് ചെയ്യും. അപ്പം ബെറ്റർ എന്താക്കുക, ഇവിടെ വന്നതിന് ശേഷം ഏതെങ്കിലും ടൂർ ഓപ്പറേറ്ററായിട്ട് ബന്ധപ്പെട്ട് പോകുന്നതായിരിക്കും നല്ലത്. $15 മുതൽ $20 വരെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാർഗെയിൻ ചെയ്തിട്ട് ഒരു $15 വീതം നമ്മളെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളതുകൂടെ നമ്മളെ ഗൈഡ് ഉണ്ട്. ഗൈഡിൻ്റെ പേര് Wuchi. I'm come from Cambodia. Yeah. Wuchi from Cambodia. Yeah. And my friend Simão from Portugal. Portugal, Cristiano's fan. Yeah. Cristiano Ronaldo. Hello, yes. And Ajit from Namaskaram. അപ്പോൾ ഇന്ന് നമ്മളൊരു പൊളിക്കും. അപ്പോൾ ഇവിടുന്ന് യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. സമയം ഉച്ചയ്ക്ക് 2 മണി, വൈകിട്ട് 7 മണി വരെയുള്ള ഒരു വണ്ടർഫുൾ ജേണി ആയിരിക്കും കേട്ടോ ഒന്ന്. അപ്പോൾ ഗൈസ്, നമ്മളെ VIP കാർ വന്നിട്ടുണ്ട്. തുട്ടുക്കൊന്നല്ല, ഓട്ടോറിക്ഷ ഒന്നല്ല, നമ്മൾ VIPയിലാണ്, ഇതിലാണ് നമ്മൾ പോകുന്നത്. അപ്പം can I sit here? Sure. Oh, you sit here, right? Yeah. Okay. You can sit on the top. France. Yeah. Portugal. In- Portugal. Okay, great. India. India? Yeah. Okay. India too? Yeah. Okay, great. Where in India? Kerala. Kerala, okay. In north or south? South. He's from north. I'm from North. New Oh, Delhi. no. New Okay. Delhi. I'm going to north. Sunset. Come from floating village with sunset. So from here to the floating village, so we will take around 1 hour. So when we arrive at the floating village, so we can stop for walking along the floating village for visit the still house, floating house, and how to make a fish paste, dry fish, and smoked fish. കൺട്രി സൈഡാണെന്ന് പറഞ്ഞപ്പോൾ വില്ലേജ് ലൈഫാണെന്ന് പറഞ്ഞപ്പോൾ ഇത്ര കണ്ട് പ്രതീക്ഷയില്ല. കണ്ടില്ലേ, റോഡും കാര്യങ്ങളും ഒന്നുമില്ല. ഇപ്പോൾ ഞങ്ങൾ വണ്ടി എന്തിനാണ് നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മൾ ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ ബോട്ട് പോകാനുള്ള ടിക്കറ്റ് എത്രയാണെന്നൊന്നും അറിയില്ല. കമ്പോക്കാണ് മാപ്പ്. ഇതാണ് ഫുൾ ഇവിടുത്തെ ഒരു വില്ലേജിൻ്റെ മാപ്പാണ് ഈ കാണുന്നത് കേട്ടോ.
വില്ലേജ് അല്ല, അത് കംബോഡിയാണ് കേട്ടോ. സോറി ഗൈസ്, ഇതാണ് വില്ലേജിൻ്റെ മാപ്പ്. എത്രയാണ് ടിക്കറ്റ് റേറ്റ് ഒന്നും ഇവിടെ എഴുതിയിട്ടില്ല. How much is the ticket price? Pardon? Ticket price, how much? It's per One person? $20. $20. Okay. അതെനിക്ക് മനസ്സിലായില്ല. ഞങ്ങൾ $15 കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ഓൻ പറയുന്നു ഒരാൾക്ക് $20 ടിക്കറ്റ് ഉണ്ടെന്ന്. ഇവരെന്ന് നമ്മളെ നന്നാക്കാൻ വേണ്ടി കൊണ്ടുപോകുകയാണോ എന്ന് എനിക്കൊരു ഡൗട്ട്. അപ്പോൾ വില്ലേജ് ലൈഫിലെ പെട്രോൾ അടിക്കുന്നതും പിന്നെ ഇവിടുത്തെ ലോറികളൊക്കെ നോക്കിയത് എന്താ പണ്ടത്തെ ടൈപ്പ് ലോറി. കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ കൂടെ. നമ്മളങ്ങനെ ആ വില്ലേജിലെത്തിയിരിക്കുകയാണ്, ഫ്ലോട്ടിംഗ് വില്ലേജ്. ഇത് മാത്രമല്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങും. അപ്പം കപ്പക് പോൾക്ക് എന്നാണ് ഈ വില്ലേജിൻ്റെ പേര്. ഞാൻ കുറേ നേരമായി പറയാൻ നോക്കുന്നത്. ഇവിടുത്തെ കുറേ പ്രത്യേകതയുണ്ട്. ഈ വീടൊക്കെ ഉണ്ടല്ലോ, 6 മാസം ചിലപ്പം ചിലവർ ഇവിടുത്തെ നിൽക്കും. ഇവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടോ, അതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ടൊരു സ്ഥലത്ത് ഇരുത്തിയിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇവിടുത്തെ പിള്ളേരെ കണ്ടോ. ഹലോ, ഹായ് ഹായ്. ഈ കുട്ടികളെ മേത്തൊക്കെ എന്തൊക്കെ കുരുവൊക്കെ പൊന്തിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ നിന്നിട്ട്. ഹായ് ചിരിക്കുക എന്നെ നോക്കിയിട്ട്. അപ്പം ഇതാണ് ഇവരെ വീട് കേട്ടോ. ടിപ്പിക്കൽ ടൈപ്പ് വീട്. നമുക്ക് കാണാൻ പറ്റില്ല എത്ര 1, 2, 3 മീറ്റർ 4 മീറ്റർ ഹൈറ്റിലാണ്. കാരണം ഇത്രയും ഹൈറ്റിൽ ഇവിടെ മഴക്കാലത്ത് വെള്ളം പോകുന്ന സ്ഥലമാണ്. ഇവിടെ എത്തിയപ്പോഴാണ് ഇവിടുത്തെ ആൾക്കാർ, നമ്മളെ നാട്ടിലത്തെ ആൾക്കാരിൽ ഒരു ടച്ച് ഉണ്ട്. ഹലോ, നല്ല കമ്പനിയൊക്കെയാണ്. ഹലോ ഫ്രണ്ട്, ഹലോ. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ കുറച്ചൊക്കെ ഒരു മ്യാൻമർ ടച്ചും ആ ഒരു ടച്ചൊക്കെ തോന്നുന്നുണ്ട്, ശ്രീലങ്കൻ ടച്ചൊക്കെ. കാരണം അത്ര വെളുത്തിട്ടുള്ള ആൾക്കാരൊക്കെ ഒന്നുമല്ല. ഇവിടെ മെയിനായിട്ട് ഇവരുടെ പരിപാടി എന്ന് വെച്ചാൽ മീൻ കൃഷിയാണ്. മീൻ കൃഷി കുറച്ച് കാലത്തേക്ക് മീൻ കൃഷി, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വേറെ നാട്ടിലോട്ട് പോകും, വേറെ ടൈപ്പ് കൃഷികളാവും. ഇതിവിടുത്തെ എന്താ ഐസ്ക്രീം ഷോപ്പ് കേട്ടോ. ഹലോ, എല്ലാ കുട്ടികളും ക്യാമറേൻ്റെ മുന്നിൽ ഹലോ ഹലോ എന്ന് പറയുന്നുണ്ട്. ഇവിടുത്തെ ഓരോ ഷോപ്പുകളൊക്കെ ഉണ്ടോ. ഹലോ, ഇവനെന്താ കഴിക്കണേ? ഈ ബ്രെഡാ കഴിക്കണേ. ടാറ്റാ. ഓ, ഇതാണ് ശരിക്കുള്ള വില്ലേജ് കേട്ടോ. പണ്ടത്തൊക്കെ നമ്മളെ നാട്ടിലുണ്ടായിരുന്ന പോലത്തെ ചെറിയ ചെറിയ ഷോപ്പുകൾ. ചില ചെക്കന്മാരെ കണ്ടാൽ പേടിയാവും. അപ്പം ഇവിടുത്തെ പ്രത്യേകതകൾ പറയാനുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇത് 6 മാസം മാത്രമാണ്. കാരണം പിന്നെ മഴക്കാലത്ത് ഇവിടുന്ന് മാറി താമസിക്കും, വേറെ സ്ഥലത്തോട്ട് മാറി താമസിക്കും കേട്ടോ. കുറേ പേരൊക്കെ ചിലവർ ഇവിടെ തന്നെ നിൽക്കും. ചിലവർക്ക് ഇവിടെ സ്വന്തമായിട്ട് ബോട്ടുണ്ട്. അപ്പോൾ ബോട്ടുള്ളവർ എന്താക്കും, ബോട്ടിലോട്ട് താമസം മാറ്റിയിട്ട് വെള്ളം കൂടുന്നതിനനുസരിച്ച് ബോട്ട് ഇങ്ങനെ ഹൈറ്റ് കൂടുമല്ലോ, ആ ഒരു വിഷയമില്ല എന്ന രീതി. ഓ, വലിയ വലിയ കല്ലുകളിലാട്ടോ. നമ്മളെ നാട്ടിലൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്നില്ലേ, 1980-ലൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നത് ഇതുപോലത്തെ വീടുകളൊക്കെ. പക്ഷേ ഇത്ര വലിയ കോലുമലല്ല. ഇങ്ങനെ കോല് കുത്താൻ 2 കാരണം. ഒന്ന്, മൃഗങ്ങളെ ശല്യം. ഇവിടെ പുലി, ഇത് കാടായിരുന്നു, ഫോറസ്റ്റ് ആയിരുന്നു പണ്ടൊക്കെ. പിന്നെ പുലികൾ വരുമായിരുന്നു. അതുപോലെ തന്നെ പാമ്പ്. ഇവർ ഏറ്റവും കൂടുതൽ പേടിക്കുന്നതാണ് പാമ്പ്. ഇവിടുത്തെ ഓരോ ടിപ്പിക്കൽ വണ്ടികളൊക്കെ നോക്കി. ഓ, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഈ വീടുകളുടെ ഹൈറ്റ്. നമ്മളൊരു 3 നില ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ഉണ്ട്. വെള്ളം കയറാതെ അത്രയ്ക്ക് വെള്ളം കയറുമെന്നാണ് അവർ പറഞ്ഞത്. ചെറിയ ചെറിയ ഷോപ്പുകൾ, എല്ലാവരും റെസ്റ്റ് എടുക്കുകയാണ്. ഇവിടുത്തെ സ്ത്രീകൾ, കുറച്ച് പ്രായമായ സ്ത്രീകളൊക്കെ തല മുട്ടയൊക്കെ അടിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഞാൻ പക്ക റോ വീഡിയോസ് ആട്ടോ കാണിച്ചിരുന്നു. ഞാൻ ഒന്നും കട്ട് ചെയ്യുന്നില്ല. കറക്റ്റ് പക്ക അവിടുത്തെ ജീവിതം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫോൺ കട്ട് ചെയ്യാതെ ഫുള്ള് കാണിച്ചുകൊണ്ട് പോവാ. ഫോണല്ല, ക്യാമറ. നമ്മളെ കൂട്ടത്തിൽ വന്നവരൊക്കെ മുന്നിൽ പോകുന്നുണ്ട്. ഇവിടെ 4G നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എന്താ ചേച്ചി എന്തോ വെക്കുന്നുണ്ട്. എന്താ വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഹലോ, കോഴിയാണെന്ന് തോന്നുന്നു. നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. ഗുഡ് സ്മെൽ. ഓക്കെ, എനിക്കൊന്നും മനസ്സിലായില്ല. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. അപ്പോൾ ഗൈസ്, ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവിടുത്തെ സ്കൂള്. എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇവിടുത്തെ ഡ്രൈ സീസണാണ്.
ശരിക്കും ഇവിടെയൊക്കെ വെള്ളം ഉണ്ടാവേണ്ടത്. ഞാനൊരു ബോട്ടിലാണ് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചത്, പക്ഷേ അത് നടന്നില്ല. നമുക്ക് ഇവിടുത്തെ സ്കൂൾ കാണാൻ വേണ്ടി പറ്റും, വേറെ ഉള്ളിൽ കയറി കാണാൻ പറ്റുമെന്നറിയില്ല. ഹലോ എല്ലാവരും. പിന്നെ ഇവിടെ സ്കൂളത്തെ ടൈമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 11:30 വരെ, അതിനുശേഷം 2:30 മുതൽ 4:30 വരെ, അങ്ങനെ എന്തോ ആണ് കേട്ടോ ടൈമിങ്. ഫുൾ ടൈമിംഗ് ഇല്ല. നമ്മൾ ഉച്ചയ്ക്ക് നല്ലോണം റെസ്റ്റ് കിട്ടുന്നു കുട്ടികൾക്ക്. ഇതുണ്ടോ ഈ തൂണ് കണ്ടോ? ഈ ഒരു തൂണിലാണ് ഇത്ര ഹൈറ്റിൽ ഇത്. പിള്ളേർ ഇവിടുത്തെ കോട്ടി കളിക്കുന്നതും ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഹലോ ഹലോ കോട്ടി കളിക്കട്ടെ, നമ്മൾ പണ്ടൊക്കെ കളിക്കില്ലേ? ആ കളിച്ചോ. ആ ഏയ് ഇവര് വെല്ല പിടിച്ചിട്ടില്ല, കാണുന്നുണ്ടോ? You can see. For the student studying. No, definitely I will come back. ഇവിടെ ഫുള്ള് പിള്ളേർ, ഇവിടെ ഫുള്ള് പിള്ളേർ കോട്ടികളിയാ. ഓരോ ഇവനൊക്കെ ഒറ്റയ്ക്ക് കളിക്കുന്നത്. എന്താണത് ഒറ്റയ്ക്ക് കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടുത്തെ ലൈഫ് അടിപൊളി കേട്ടോ. I will come back. I will do it. ഇത് ചേച്ചിമാർ ഇവരെടുത്ത് അവിടുന്ന് ഗൈഡ് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇവരിങ്ങനെ ശല്യപ്പെടുത്തും, ഡോണ്ട് മൈൻഡ്. കാരണം പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. അപ്പം അത് നിങ്ങൾ മൈൻഡിൽ എടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ മുതല ഫാം ഉണ്ട്, അതൊക്കെ നമുക്ക് കാണണം. ഇവിടുത്തെ മുതലുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്, നാവ് ഉണ്ടാകത്തില്ല. അതെന്താണെന്ന് ഗൈഡ് പറഞ്ഞു തരുമായിരിക്കും, അതൊന്നുകൂടി ചോദിച്ച് മനസ്സിലാക്കണം. പക്കാ നിങ്ങൾക്ക് വില്ലേജ് ലൈഫ്, പക്കാ നിങ്ങളെ വില്ലേജ് ലൈഫ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഇതൊക്കെ നോക്ക്. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പണ്ടത്തെ കാര്യം കേട്ടോ, പണ്ടത്തെ ഇവിടുത്തെ എല്ലാ ആൾക്കാരും ബുദ്ധിസ്റ്റ് കൺട്രി ആയതുകൊണ്ട് ഒരു പിന്നെ മോങ്കായിരിക്കണം. മറ്റേ ഇവരെന്താവുക, മോങ്ങെന്നല്ലേ പറയുക അവരെ, അതല്ലേ, അതായിരിക്കണം. എന്നാൽ മാത്രമേ അവർക്ക് കല്യാണം കഴിക്കാനൊക്കെ പറ്റുള്ളൂ, കല്യാണം കഴിക്കാൻ ഒരു പെണ്ണിന് കിട്ടുള്ളൂ. പിന്നെ അവർക്കുള്ള ഫുഡ് ഇവർ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുക. രാവിലെയും പ്രൊവൈഡ് ചെയ്യും, ഉച്ചയ്ക്ക് ശേഷവും പ്രൊവൈഡ് ചെയ്യും. ഡിന്നറില്ല കേട്ടോ. അപ്പോൾ ഇവിടുത്തെ മോങ്ങായിട്ട് നടക്കുന്ന അവർക്കൊക്കെ ഫുഡ് ഇവർ തന്നെ ആയിരിക്കും കൊടുക്കുക. പെണ്ണുങ്ങളൊക്കെ പേൻ നോക്കിയിട്ടൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഇവിടുത്തെ കുട്ടികളെ മേത്തൊക്കെ എന്തൊക്കെയോ ഒരു കുരു പോലത്തെ സാധനം കാണുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ജീവിതം അത്ര ഹൈജീൻ ഒറ്റ കുറവാന്ന് തോന്നുന്നു. പിന്നെ ഇതാ വാഴയൊക്കെ, ഈ ഒരു ചെറിയൊരു ഡ്രൈ സീസണിൽ വാഴയൊക്കെ ഉണ്ടാവില്ലേ? ആ ശരിയാ. ഇവിടുത്തെ വെറ്റ് സീസൺ തുടങ്ങുന്നത് സെപ്റ്റംബർ മുതൽ ഏകദേശം ഒരു 6 മാസമാണ്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, ആ ഒരു മാർച്ചിൻ്റെ ഉള്ളിലായി നിൽക്കും. അതിനുശേഷം ഡ്രൈ സീസൺ തുടങ്ങും. അപ്പോഴാണ് ഇവരെല്ലാവരും തിരിച്ചിങ്ങോട്ട് വരുന്നത്. ഇവരെ നോട്ടത്ര ശരിയല്ല കേട്ടോ. വീട്ടിൻ്റെ ഈ ചേച്ചി നമ്മൾ പോകുന്നതിനനുസരിച്ച് ബൈക്കെടുത്ത് നമ്മളെ കൂടെ വന്നുകൊണ്ടേയിരിക്കുക, ബുക്ക് വിൽക്കാനും അത് വിൽക്കാനും. ഇവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നോക്കാം. ഈ കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക. ലാംഗ്വേജ്. ഹലോ യാസീൻ ഫ്രം ഇന്ത്യ. Yasin. Yes, from India. How are you? Fine. And you? I'm fine, thank you. How long Okay. did you stay in Cambodia? 2 weeks. 2 weeks. 14 days. 2 weeks. What is your favorite food? Favorite food? Biryani. You heard about biryani? Biryani? No, they don't know. Biryani is that. It's rice and chicken. Rice with chicken. Yes. My favorite food is chicken food. Yes, chicken and rice. Rice. What is your favorite food? Oh, Maybe you don't know. yeah. Can I see? Chicken food. Your family and friends no? Class 1, right? No. Book okay. Makes the best chicken soup.
What games do you like to play? ഇവിടെ നമ്മൾ കുട്ടികളെ ഇവരിങ്ങനെ ഇംഗ്ലീഷ് എടുക്കും. Games do you play? Okay, that's it. Yeah, we will go that side also. Do you have a calculator? Thank you. Welcome. Yeah, you from? India. ഇവിടെ ഈ കുട്ടികളെ ഒരു പഠിപ്പിച്ച് എടുക്കുക കേട്ടോ. ഹലോ, how are you? What's your name? Yasin. My name is Eliai. Yeah. Eliai. Eliai. Nice to meet you. ഇവരെ ഇംഗ്ലീഷ് പഠിപ്പിച്ചെടുക്കത് ഇംഗ്ലീഷ് പഠിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ കുട്ടികൾ വരുമ്പോൾ എല്ലാവരോടും ഇങ്ങനെ ചോദിക്കുകയാണ്. My favorite color is blue, the sky blue. Yes. My favorite color is pink. 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 This is pink, right? Yeah. What is your favorite fruit? Fruit. Mango. Mango. My favorite fruit is a sandwich cheese. Yeah. Which fruit? I don't know. ഒരു കൊച്ചു ക്ലാസ്. Listen for reading point. Okay. ഇതാട്ടോ അവരെ ബുക്ക്. Dog. Yeah, it's dog. What? This one? Cat. And bird. Apple. Apple. Yeah. And bag. Door. Window. ചെറിയ ചെറിയ ഇംഗ്ലീഷ് ക്ലാസ്സുകളാട്ടോ അവർ കുട്ടികൾക്ക് കൊടുക്കുന്ന സ്കില്ല്, ഇംഗ്ലീഷിന് സ്കില്ല് ഇതാക്കാൻ. താങ്ക് യു സാർ. God, this is your phone webcam for us. ഓക്കെ. You can look and you can share some information and each other from before they can support us to here. Definitely. Yeah, for the children living here, they learn English and then they want to have more children to know English and they can have opportunity. ഒക്കെ പഠിക്കുന്നത് 3, 4, 5, 6 ചെറിയ കുട്ടികൾക്കുള്ളത് രാവിലെ മൊത്തം 3 ക്ലാസ്സുകളൊക്കെ ഉണ്ട്. ഗൈസ്, ഇവിടുത്തെ ആൾക്കാർ പിന്നെ വല ഉണ്ടാക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഹലോ. They are making nets. Nets for fishing. Okay. Fishing nets. ഒരു പ്രത്യേക ടൈപ്പിലാട്ടോ ഉണ്ടാക്കുന്നത്. ഇവിടെ ഒരു ചേച്ചി ഇങ്ങനെ ഇരുന്ന് ഊഞ്ഞാലാടുന്നുണ്ട്. ഹലോ. ഇവർക്കൊക്കെ ഹലോ പറയാൻ അറിയാട്ടോ. ഇതാണ് ഇവിടെ വീട്ടിൻ്റെ ഉള്ളോട്ട് കയറി ഈ തൂണിൻ്റെ ഇതൊക്കെ ഉണ്ടോ. മക്കളൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ ഇവർ മീൻ പിടിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ട്രിക്ക് സാധനം ഉണ്ട് കേട്ടോ. അത് ഞങ്ങൾ കാണിച്ചു തരാം. കുറച്ച് ഉള്ളോട്ട് കയറിയിട്ടേ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അതായത് ചെറിയ നെറ്റ് പോയി ഓടിക്കും. ഇതുണ്ടോ, ഒരു ചെറിയൊരു സംഭവമാണ്. ഇത് യൂസ് ചെയ്തിട്ടാണ് ഇവർ മീനെ പിടിക്കുക. ഈ മഴക്കാലത്ത് ഇവർക്ക് പിന്നെ ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടുന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ഏകദേശം ഇവർ ഇവിടെ നിൽക്കുകയെന്ന് വെച്ചാൽ ഒരു 4, 5, 6 മാസം ഈ വീട്ടിൽ നിന്ന് പുറത്തിറക്കാതെ നിൽക്കുകയാണ്. പിന്നെ ഇവർ ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്ത് ഇവർക്ക് ഇവിടുന്ന് കുടിവെള്ളം എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവും. ഇവർ ചെയ്യുന്ന ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ മഴവെള്ളം ശേഖരിക്കും, അല്ലെങ്കിൽ ഈ ഒഴുകിടക്കുന്ന ഇവർ തന്നെ അപ്പിയിടുന്ന അതേ വെള്ളം ഇവരെടുത്തിട്ട് ഇവർ വിശ്വസിക്കുന്ന എന്തൊക്കെയോ കുറച്ച് മരുന്നുകളൊക്കെ ഉണ്ട് ഇവരെ പൊടിക്കൈ, അത് അതിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം പ്യൂരിഫിക്കേഷൻ ആവുമെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. എന്നിട്ട് കുറച്ച് ദിവസം ഒരു ദിവസം 1.5 ദിവസം എടുത്ത് വെച്ചിട്ട് അതിൽ നല്ല വെള്ളം മേലേക്ക് വരുമല്ലോ, അതെടുക്കും. എന്നിട്ട് അതിന് ശേഷം അത് ബോയിൽ ചെയ്യും, എന്നിട്ട് ഇവർ കുടിക്കും. അപ്പം അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഇതിവിടുത്തെ ഒരു ഷോപ്പാണ് കേട്ടോ. സോ ചെറിയൊരു മിനി സൂപ്പർ മാർക്കറ്റ് എന്ന് പറയാം, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഗൈസ്, അതുപോലെ നമുക്ക് മുതല ഫാം ഇപ്പം ഇവിടെ കാണാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് നോക്കിയപ്പോൾ അത് ഉണ്ടായിരുന്നു. പുള്ളി പറഞ്ഞു മുതല ഫാം ഇപ്പം ഇല്ല, നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ കിട്ടുകയാണെങ്കിൽ ഒന്നുകൂടി കാണിച്ചു തരാം. Fish sauce, smoked fish. മുതലേൻ്റെ ഇറച്ചിയാണെന്നാണ് പറയുന്നത്. ഡ്രൈ ആണ് കേട്ടോ മുതലേൻ്റെ ഇറച്ചി.
ഇത് ഫിഷിന്റെ സോസ് അതും That is ഇതൊക്കെ. crocodile oil. ഓ Anh này cái yêu pra thôi. Liệp bắt liệp mưa, bắt liệp mưa, bắt ba, bắt chương. Rư đông ba, thằng liệp mưa xoay. Chết thằng ôm ra đừng ra, quay sẵn liệp đó, quay sẵn. ലെറ്റ്സ് ഗോ Quay liệp đó. Thôi một nhóm liệp à, bắt môn bắt chưa mà luôn. ഉള്ളിവടയാണോ ചെമ്മീൻ വെച്ചിട്ടുള്ള ഉള്ളിവട Shrimp. ശ്രീം Yeah. യാ ലൈക്ക് പക്കോട റൈറ്റ് ബട്ട് വിത്ത് പ്രോൺ അപ്പോൾ ഗൈസ് ഓ നമുക്ക് ബോട്ട് യാത്ര ഉണ്ടല്ലേ വി ഹാവ് ബോട്ട് റൈഡ് ഓൾസോ ഗൈസ് ഇതിൻ്റെ ഹൈറ്റ് ഉണ്ടാ ഇത്രയും മേലെ താമസിച്ചാലേ ഇവിടെ അത്രക്കും ഹൈറ്റിൽ വെള്ളം കയറും ഇവിടെ അപ്പോൾ നമ്മൾ ബോട്ടിലോട്ട് കയറാൻ വേണ്ടി പോവാണ് ഇത് ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ചരിത്രത്തിലൊരു ടൂർ ഗൈഡിൻ്റെ കൂടെ പോണേ അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഹലോ ഐ ആം ഷൂട്ടിങ് യു യു ആർ ഷൂട്ടിങ് മീ ഇവർ വരുന്നവർ എല്ലാവരെയും ഫോട്ടോ എടുക്കുന്നുണ്ട് എന്താണ് വിഷയം അപ്പോൾ നമ്മൾ ഇത് ഈ ബോട്ടിലാട്ടോ പോകുന്നത് ഗൈസ് ഇത് യങ്ങസ്റ്റ് ഡ്രൈവർ ഇൻ ദ വേൾഡ് ഇത്രയും ചെറിയൊരു ഡ്രൈവർ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല License engine. ശരിക്കുള്ള Be careful with your bag. ചേച്ചി ഹലോ എന്താ പരിപാടി മീൻ ഫിഷ് ചേച്ചി വലിയ വലിയ ഫിഷൊക്കെ ആയിട്ട് പോവാണ് അത് അവിടെ ഇത് പിടിക്കുമോ സ്പീഡ് ബോട്ടൊക്കെ ആയിട്ട് പറഞ്ഞതല്ലോ ചെറിയൊരു റൈഡ് നമുക്കിതിൻ്റെ മുന്നിലൊക്കെ ഇരിക്കാം കേട്ടോ ഞങ്ങളിപ്പോൾ ഉള്ളത് മുന്നിലാണ് സ്പീഡ് ബോട്ടിൻ്റെ മുന്നിൽ നിന്നിട്ട് കേട്ടോ പോണ് ഞാൻ ഈ ചേച്ചിനോട് സൊള്ളി വീട്ടിയിട്ട് ഒരു പഴം കഴിക്കാൻ പറ്റും ബനാന എനിക്ക് തരുമോ എമ്മി ഷീസ് ഗിവിങ് ബനാന ബനാന How much? Nama? എനിക്ക് തന്നെ She gave me banana for free. ഞാൻ ചുമ്മാ ചോദിച്ചാൽ കറക്റ്റ് ഭയങ്കര ഇത് ഈ പിന്നെ ഗ്രാമങ്ങളിലുള്ള ആൾക്കാർക്ക് ഉള്ളിലൊന്നും വെക്കൂലുണ്ട് പച്ചായ ജീവിതം നമ്മൾ ഈ സിറ്റിയിൽ പോയിട്ട് ഈ കള്ളങ്ങളൊക്കെ പഠിച്ച് ഇങ്ങനെ ഉണ്ടാക്കി ചെയ്യാന്നൊക്കെ പഠിച്ച് പൈസ ഉണ്ടാക്കുക എന്നുള്ള ചിന്താഗതി മാത്രം നമ്മളാണ് സിറ്റിയിലുള്ള എല്ലാവരും അങ്ങനെ പറയല്ല പറഞ്ഞതാണ് ഇവരെ മനസ്സിലൊന്നും ഉണ്ടാവില്ല കള്ളങ്ങളാണ് ഈ സ്നേഹം കണ്ടോ ഒരു ഭാഷ അറിയില്ല ഞാൻ തരുമോയെന്ന് ചോദിച്ച് ഇനിമീന്ന് ചോദിച്ച് ചേച്ചി തന്നു അതാണ് ഈ സ്നേഹം ഇതാണ് ഞാൻ പറഞ്ഞില്ല ഇവിടെ ഫോറസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ പുലി കാര്യങ്ങളൊക്കെ വരും എന്ന് പറഞ്ഞാൽ ചേച്ചി അടിപൊളി സ്ഥലം അപ്പം ഞാൻ ചേച്ചിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കും നമ്മൾ നേരിട്ട് പോയാൽ മതിയല്ലോ ക്യാൻ യു നോ ഫോർ മൈ ഹാപ്പിനെസ് നോ കീപ് ഇറ്റ് എൻ്റെ ചേച്ചി വാങ്ങുന്നില്ല കേട്ടോ ഞാനൊരു 1000 റുപ്യ കൊടുത്തു ചേച്ചി വാങ്ങുന്നേ ഇല്ല അത്രയ്ക്ക് സ്നേഹം കേട്ടോ ഒരു മൂപ്പരൊക്കെ എൻജോയിങ് ദ വ്യൂ റൈറ്റ് കണ്ട 19 വയസ്സേ ഉള്ളൂ വൺ ഓഫ് ദി ബെസ്റ്റ് വ്യൂ ആണ് ഞാനിപ്പോൾ ക്യാമറ തിരിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് വാ ഒന്നും പറയാനില്ല അതിമനോഹരമായ സ്കൈ കാറ്റ് അവരെ വില്ലേജ് ആ വില്ലേജ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും പിന്നെ എൻ്റെ മുത്ത് ചേച്ചി നമുക്ക് നമ്മൾ വരുന്ന വഴി ഓ അടിപൊളി കാലാവസ്ഥ ഒന്ന് എല്ലാവരും എൻജോയ് ചെയ്തിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്യാൻ ക്യാമറ മാറ്റാനേ തോന്നില്ല അത്രക്കും അടിപൊളി കാഴ്ച ഇതാ ഇവിടെയാണ് കുറേ വീടുകൾ കാണാം ഇപ്പോഴും വെള്ളത്തിൽ ഈ വീടൊക്കെ എപ്പോഴും വെള്ളത്തിലായിരിക്കും മഴക്കാലത്ത് ഇത് മൊത്തം മുങ്ങിയുണ്ട് പോകും യാ ഗായ്സ് ഒരു രക്ഷയില്ല ഞങ്ങള്
ഏതിലൂടെ പോണെന്ന് പഠിച്ചപ്പോഴേ അത്ര അറിയുള്ളൂ. അമ്മാതിരി അമേസിംഗ് എന്നൊക്കെ വെച്ചിട്ടുണ്ടോ. ഓ രക്ഷയില്ലാത്ത വ്യൂ നോക്കിയേ. ഇവിടെയൊക്കെ താമസിക്കണം, ആ വീട്ടിലൊക്കെ താമസിക്കുന്നതിൻ്റെ ഡെയിലി വ്യൂ എന്തായിരിക്കും. ഓ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടതിൽ ബോട്ട് റൈഡ് ചെയ്തതിൽ ഏറ്റവും അതിമനോഹര ബോട്ട് റൈഡ് ഇന്നാട്ടോ. എല്ലാ സ്ഥലത്തും ഊട്ടിപ്പൂര കാഴ്ചകളല്ല. എന്താ പറയാ, പിന്നെ കംബോഡിയ പിന്നെ ഒന്നും ഉണ്ടാവില്ല എന്നിട്ടേ വിചാരിച്ചു. പക്ഷേ കംബോഡിയയിലാണ് ഇത് എനിക്ക് വിയറ്റ്നാമിൽ പോലും കിട്ടിയിട്ടില്ല ഇത്രയൊരു സീനറി, അത്രക്കും അടിപൊളി സീനറി. അപ്പോൾ ചേച്ചി പിന്നെ ഗ്രാമത്തിനോട് അടുപ്പിക്കുകയാണ്, ഈ ഉള്ളിലുള്ള വില്ലേജിലോട്ട് അടുപ്പിക്കുകയാണ്. ഇതിനോട് വില്ലേജിനെ വില്ലേജിനെ തോക്ലൈ സാപ്പ് എന്ന് പറയുന്ന ഒരു വില്ലേജ് ആട്ടോ. ഞാൻ പറഞ്ഞതും ഓൻ പറഞ്ഞതും ഭയങ്കര അന്തരം ഉണ്ടാവും. എന്തായാലും പൊള്ളി സെറ്റപ്പ് എന്ന് വെച്ചാൽ പൊള്ളി സെറ്റപ്പ്. ഇതിൻ്റെ അപ്പുറത്തോട്ട് ഒന്നും കാണിച്ചു തരാനില്ല, ഇത്രക്കും അടിപൊളി. ചേച്ചീൻ്റെ വീട് ചേച്ചി ചേച്ചി യുവർ ഹൗസ് यहाँ पे अगर आप देखें तो वो देखिए वहाँ पे സാപ്ലേ. पूरा बसा हुआ है नदी के ऊपर. ഓ മൈ ഗോഡ്, ഇവിടെയാണ് ഇന്ന് ഞങ്ങൾ സൺസെറ്റ് കാണാൻ വേണ്ടി ഇരിക്കാൻ പോകുന്നത്. In the lake. And then we will meet crocodile. They are really friendly. Yeah. They will take you to their mangrove. They will take you to the middle of the lake. Yeah. I know. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ റെസ്റ്റോറൻറ്റ് കേട്ടോ. ഇവിടെ റെസ്റ്റോറൻറ്റിൽ പാമ്പ് സൂപ്പ് മുതൽ എല്ലാ സാധനങ്ങളും കിട്ടും. ഒരു അത്യാവശ്യം അടിപൊളി സൺസെറ്റിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. 6:30 to 6:45 പക്ഷെ അതൊന്നും കിട്ടില്ല. നമ്മളെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് നേരത്തെ പോകണമെന്ന് പറഞ്ഞ് ഒരു രക്ഷയില്ലാത്ത വ്യൂ എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇനി മേലോട്ട് പോകാൻ വേണ്ടി പറ്റും കേട്ടോ. നമുക്ക് മേലോട്ടും പോവാം. ഇതൊക്കെ ഈ മഴക്കാലത്ത് ഫുൾ മുങ്ങിപ്പോവും, പിന്നെ ഇവർ വീണ്ടും റീബിൽഡ് ചെയ്യും. ഇതൊക്കെ കൊണ്ടുപോകും മഴക്കാലത്തൊക്കെ. ഇതൊക്കെ എടുത്തിട്ട് പോയിട്ട് പിന്നെ ഈ ഫൗണ്ടേഷന് മാത്രം ഉണ്ടാവും, കുറച്ച് പലയും ഇതും ഉണ്ടാവും. ആ കയറുന്നുണ്ടാവില്ല. ഓക്കെ, നമ്മൾ മേലോട്ട് കയറാൻ വേണ്ടി പോവാണ്. ഓ മൈ ഗോഡ്, ഒരു രക്ഷയില്ല. ഇത് സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഇതാട്ടോ, ശുദ്ധ തടാകം, ജല തടാകം, അങ്ങനല്ലേ പറയാ. അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് എന്തായിരുന്നു ഞാൻ മറന്നുപോയി. ഫ്രഷ് വാട്ടർ ലേക്ക്. യെസ്, ഇനിയും ഹൈറ്റ് കയറാം. But it's a direct bus with a bed. But doing it at night is good. Oh I came at night and yeah, it's ഒരു 1.5 സൺസെറ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടൈം ലാപ്സ് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ കാണിച്ചു തരാം. ഒരു രക്ഷയില്ല കേട്ടോ. ഞങ്ങൾ എൻജോയ് ചെയ്ത് ഇവിടെ ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങോട്ട് ബ്ലൂ സ്കൈ, നാളെ മുതൽ മഴയാണെന്നാണ് കാണിക്കുന്നത്. പക്ഷെ ഇന്നത്തെ സൺസെറ്റ് ഒന്നും പറയാനില്ല. നമ്മൾ ഈ സ്ഥലവും മൊത്തത്തിലൊരു അടിപൊളി കിണ്ണം. എങ്ങനെ ഇത് വർണ്ണിക്കണ്ടേന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവിടെ ഒരു ചെടിയൊക്കെ നട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഈ കാണുന്നല്ലേ ഇത് ഇവിടെ പിന്നെ ഗ്യാസ് സ്റ്റേഷനൊക്കെ ഉണ്ടായിരുന്നു പണ്ട്.
അതായത് ഇതിൻ്റെ ഇപ്പോഴും ഉണ്ട്. അപ്പോഴത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്യാസ് സ്റ്റേഷൻ. അതായത് ഇവിടുത്തെ ഈ ചെറിയ ബോട്ടുകൾക്ക് എണ്ണ അടിക്കാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് സെറ്റപ്പ്. ഇതിലൊക്കെ ഉണ്ടാവും. പിന്നെ മീനെ പിടിക്കാനുള്ള സെറ്റപ്പും ഉണ്ട്. അങ്ങനെയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഗൈസ്, നമ്മളെ വണ്ടി ഇവിടെ സ്റ്റെക്കായിരിക്കുകയാണ് കേട്ടോ. അനങ്ങുന്നില്ല. വേഗിൽ കണ്ടില്ലേ, എന്താ ചെയ്യാന്നറിയില്ല. പക്ഷേ സൺസെറ്റ് ഒരു രക്ഷയില്ല കേട്ടോ. കുറേ നേരമായി ചേച്ചി കളിക്കുന്നു. അനങ്ങുന്നുണ്ടോ? ഇപ്പൊ ഒന്ന് അനങ്ങാൻ തുടങ്ങി തോന്നുന്നു. ഒരു രക്ഷയില്ലാത്ത ചേച്ചി വീണ്ടും കോലത്ത് ചളിയിൽ കൂടുന്നുണ്ട് കേട്ടോ. നല്ല ചളിയുണ്ട് കേട്ടോ. ഇത് വലിയ ആയല്ല കേട്ടോ ഇവിടെ. അതാണല്ലേ, എല്ലാം ചേച്ചി ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. ചേച്ചിനെ പറയാൻ പറ്റില്ല. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഈ ഒരു സൺസെറ്റിലൂടെ അങ്ങോട്ട് അവസാനിപ്പിക്കട്ടെ ഞാൻ അങ്ങോട്ട്. അപ്പം ഈ സൺസെറ്റ് കണ്ടുകൊണ്ടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഈ വീഡിയോ ഞാൻ പ്ലാൻ ചെയ്തതും എല്ലാം മാറിപ്പോയി. ഞാൻ ഉദ്ദേശിച്ച വേറൊരു പ്ലാനിങ് ആയിരുന്നു. ഞാനിവിടെ ഫുള്ള് വെള്ളമൊക്കെ ഉണ്ടാവും, അതിൻ്റെ മേലെ വില്ലേജിൽ വെള്ളമായിരിക്കും. എൻ്റെ മനസ്സിലെങ്ങനെയായിരുന്നു. അത് റെയിനി സീസണിലായിരുന്നു വരേണ്ടത്. അങ്ങനെ ആയിരുന്നെങ്കിൽ കാണായിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഷെയറാണ് മെയിൻ. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം. പിന്നെ ഇന്നത്തെ വീഡിയോ രസമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളാണ് പറയേണ്ടത്. ഞാൻ മാക്സിമം ചെയ്തിട്ടുണ്ട്. അപ്പം അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഫ്രം ഫ്ലോട്ടിംഗ് വില്ലേജ്.